പ്രതിപക്ഷ ഐക്യം കോൺഗ്രസ് ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഉദ്ധവ് വിഭാഗം ശിവസേന. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് AAP പ്രഖ്യാപിച്ചതും കോൺഗ്രസിൽ നിന്ന് അകലുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമീപനവും കൂടി കണക്കിലെടുത്താണ് ഉദ്ധവ് വിഭാഗം ശിവസേനയുടെ ആവശ്യം. മുഖപത്രമായ സാമ്നയിലെ മുഖപ്രസംഗത്തിലാണ് അവർ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി തുടരാൻ അരവിന്ദ് കെജ്രിവാളിനെ ബോധ്യപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും മുഖപ്രസംഗത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ TMC അധ്യക്ഷ മമതാ ബാനർജി കോൺഗ്രസിനെ അകറ്റിയുള്ള രാഷ്ട്രീയത്തിനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ കെജ്രിവാളും അതേ പാതയിലാണ്. കോൺഗ്രസ് ആത്മപരിശോധന നടത്തേണ്ട വിഷയമാണിത്. ഇതോടൊപ്പം ഐക്യത്തിനായി നടപടികൾ സ്വീകരിക്കുകയും വേണമെന്നാണ് എഡിറ്റോറിയൽ പറയുന്നത്. അടുത്ത വർഷം നടക്കുന്ന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായുള്ള സഖ്യസാധ്യത AAP കൺവീനർ അരവിന്ദ് കെജ്രിവാൾ തള്ളിക്കളഞ്ഞിരുന്നു. അദാനി വിഷയത്തിൽ പാർലമെന്റ് നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷ നീക്കത്തിനൊപ്പമില്ലെന്ന നിലപാടായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ ചേംബറിൽ നടന്ന ഇന്ത്യ സഖ്യ യോഗത്തിൽ നിന്നും തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിന്നിരുന്നു. സഭയ്ക്കുള്ളിൽ ഒറ്റയ്ക്ക് നീങ്ങാനാണ് മമതാ ബാനർജിയുടെ തീരുമാനം. ഈ പശ്ചാത്തലത്തിലാണ് സാമ്നയുടെ ആവശ്യം. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ AAPയും കോൺഗ്രസും 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹി, ഹരിയാന, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ഒരുമിച്ച് മത്സരിച്ചിരുന്നു. ഇന്ത്യയുടെ ഭാഗമായ AAPയെ പോലുള്ള ഒരു പാർട്ടി ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനിറങ്ങുകയാണ്. ഈ പ്രതിഭാസം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ കോൺഗ്രസ് കഠിനാധ്വാനം ചെയ്യണമെന്ന് സാമ്ന പറയുന്നുണ്ട്. അതേസമയം സഖ്യം വിടണമെന്നും ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നും ഉദ്ധവ് വിഭാഗം ശിവസേനയിൽ നിന്നും ആവശ്യമുയരുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. BJP വിരുദ്ധ സഖ്യത്തിൽ AAP ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. പഞ്ചാബിൽ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി സ്വാധീനമുള്ളതിനാൽ AAP ഒരു പ്രാദേശിക പാർട്ടിയല്ലെന്നും സാമ്ന എഴുതുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഗുജറാത്തിൽ മികച്ച ഫലം പ്രതീക്ഷിക്കാമെന്നും ശിവസേന വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ AAP ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിനിടെയായിരുന്നു ഈ പ്രതികരണം. ഡൽഹിയിൽ സ്വാധീനം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് കെജ്രിവാളിന്റെ ഈ തീരുമാനം. ഒരു കാലത്ത് കോൺഗ്രസ് തുടർച്ചയായി ഭരിച്ച സംസ്ഥാനമാണ് ഡൽഹി എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഷീലാ ദീക്ഷിത് തുടർച്ചയായി കോൺഗ്രസ് മുഖ്യമന്ത്രിയായ ഡൽഹിയിൽ അഴിമതി ആരോപണം ഉയർത്തിയാണ് കെജ്രിവാളിന്റെയും AAPയുടെയും ഉദയം. പിന്നീട് മാറിമറിഞ്ഞ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ കോൺഗ്രസിന് കൈകൊടുക്കാൻ AAP തയ്യാറായി എന്നത് മറ്റൊരു കാര്യം. രണ്ടു പാർട്ടികളും ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ളത് BJPയെയാണ്. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയുമായും സഖ്യമുണ്ടാകില്ലെന്നും AAP തനിച്ച് മത്സരിക്കുമെന്നുമാണ് കെജ്രിവാൾ പറഞ്ഞത്. രാജ്യതലസ്ഥാനത്ത് സ്വാധീനം ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് BJP. കോൺഗ്രസിനും AAPക്കുമിടയിൽ വോട്ട് ഭിന്നിച്ചാൽ നേട്ടം BJPക്കാകും. അതുകൊണ്ട് തന്നെ കെജ്രിവാളിന്റെ പ്രഖ്യാപനം BJPക്ക് ആശ്വാസവുമാണ്. എന്നാൽ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ കഴിഞ്ഞ കാല ചരിത്രമാണ് കെജ്രിവാളിന് ധൈര്യം പകരുന്നത്. 70 അംഗ നിയമസഭയാണ് ഡൽഹിയിലേത്. ഇതിൽ 62 സീറ്റിലും AAPയാണ് വിജയിച്ചത്. അടുത്തിടെ നിരവധി കോൺഗ്രസ് BJP നേതാക്കൾ AAPയിൽ ചേർന്നിരുന്നു. ഇവരെ കൂടി ഉൾപ്പെടുത്തി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക AAP പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്.